Hi traders, this is Vipin. So first of all, a very happy new year. 2025 തുടങ്ങി. ഈ 2025-ൽ 2024-നേക്കാളും ബെറ്ററായി നമുക്ക് എങ്ങനെ നല്ലൊരു ട്രേഡർ ആവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഈ കഴിഞ്ഞ വീക്സിൽ ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്യുമായിരുന്നില്ല. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈമും എൻ്റെ കഴിഞ്ഞ ഇയേഴ്സിലെ ട്രേഡ്സ് റിവ്യൂ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം, ഞാൻ 2018-ലാണ് ജോബ് റിസൈൻ ചെയ്ത് ഒരു ഫുൾ ടൈം ട്രേഡർ ആയത്. അപ്പോൾ 2018 മുതൽ 24 വരെയുള്ള 6 വർഷവും, അതുകൂടാതെ 2016 മുതലാണ് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർ ജേണൽ ഉണ്ടായിരുന്നത്. അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഞാൻ 2008 ട്രേഡിംഗ് തുടങ്ങിയെങ്കിലും ഒരു പ്രോപ്പർ ജേണലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ സ്ലോലി അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. 2016 ആകുമ്പോൾ ഇനി ഒരു സീരിയസ് ആയി ഈ പ്രൊഫഷൻ മാറ്റാമെന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള ജേണലിങ്ങും സ്ക്രീൻഷോട്ട്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനത് വളരെ ഡീപ്പായിട്ട് റിവ്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്താണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. ആസ് എ ട്രേഡർ നിങ്ങൾ പല ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് കുറേ കാലമായവരായിരിക്കും. 1 ഇയറോ 2 ഇയറോ അതുപോലെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഈവൻ ബിഗിനേഴ്സ് ഉണ്ടാവും. നിങ്ങളിൽ എത്ര ആൾക്കാർ ഒരു പ്രോപ്പറായിട്ട് ജേണൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ജേണൽ ഉണ്ടെങ്കിൽ അത് എത്ര ആൾക്കാർ പ്രോപ്പറായിട്ട് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നമ്മളുടെ ട്രേഡ്സ് റിവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർത്ത് നോക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ പല ആൾക്കാരും പല സമയത്ത് ലേസി ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. ഡയറക്റ്റ്ലി നമ്മൾ നോക്കുന്നത് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, മൺഡേ ഫ്രൈഡേ ആയി കഴിഞ്ഞാൽ എങ്ങനെ നെക്സ്റ്റ് മൺഡേ ആവും, സാറ്റർഡേ സൺഡേ എങ്ങനെ ഫൺ ടൈമിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പൊതുവെ ആൾക്കാർ ചിന്തിക്കുക. യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണുന്ന കാര്യമാണ്, എസ്പെഷ്യലി ഈ ന്യൂ ഇയർ ടൈമിൽ 2025 ന്യൂ ഇയർ പിക്സ് എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റോക്സിനെ കുറിച്ചും സ്ട്രാറ്റജീസിനെ കുറിച്ചുള്ള വീഡിയോസ്. ബട്ട് എവിടെയും എങ്ങനെയാണ് നമ്മൾ 2024 റിവ്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തിരുന്നോ എന്നുള്ള രീതിയിലേക്ക് ഒരു ഡിസ്കഷനും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്ത ട്രേഡ്സ് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. നമുക്ക് നോർമലി തോന്നാം എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് നമ്മൾ വിചാരിക്കാത്ത പല ഇൻസൈറ്റ്സും ഈ ട്രേഡ് റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. നമ്മൾ എങ്ങനത്തെ ട്രേഡറാണ്, നമ്മൾ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് ഈ ട്രേഡിംഗ് റിവ്യൂവിൽ കിട്ടും. ഈവൻ ട്രേഡിങ്ങിന് ചെയ്യണോ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചില ആൾക്കാർ പല സമയത്തും കംപ്ലീറ്റ്ലി ലോസിലായിരിക്കും ഉണ്ടാവുക. ബട്ട് സ്റ്റിൽ സാലറിയും അതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്നും കണ്ടിന്യൂസ്ലി ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഇയർലി ടാർഗറ്റൊന്നും ഒരിക്കലും വെക്കാറില്ല. ഞാൻ നോർമലി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ട്രേഡും നമ്മൾ മാക്സിമം ക്ലോസ് ടു പെർഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഓൾ ഇൻ ഓൾ നമ്മളുടെ ഒരു ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫൈനലി കൂട്ടി നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2024 കഴിയുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിനേക്കാളും എല്ലാ സമയത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുന്നു, ആ ട്രേഡ് പെർഫെക്റ്റ് ആണോ, നിങ്ങളുടെ എൻട്രി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എൻട്രി പ്ലാൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, എക്സിറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയാം, എൻട്രി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പ്രോപ്പറായിട്ടുള്ള എക്സിറ്റ് ഒരു ഹൈ ആർ, അതായത് ഒരു 1:4 1:5 ടൈപ്പ് ഓഫ് റിസ്ക് റിവാർഡ് മിനിമം കിട്ടുന്ന രീതിയിലുള്ള ആറിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നത്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിവ്യൂവിൽ നിന്ന് മനസ്സിലാവും. എന്നെ സംബന്ധിച്ച് 2023 എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരുന്നു 2023. ഏറ്റവും കൂടുതൽ ഞാനവിടെ എൻ്റെ ഗെയിൻസ് ഉണ്ടാക്കിയത് സ്റ്റോക്സിൽ നിന്നാണ്, ഫോളോഡ് ബൈ ഫ്യൂച്ചേഴ്സ്, ദെൻ ഓപ്ഷൻസ്. 2024 എത്തിയപ്പം എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2023 പെർഫോമൻസിനേക്കാളും ഒരുപാട് കൂട്ടണം എന്നല്ല, ബട്ട് ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് കൺസിസ്റ്റൻ്റ്ലി കീപ്പ് ചെയ്യണം, ബട്ട് വിത്ത് ഫ്യൂവർ ട്രേഡ്സ് എന്നുള്ളതായിരുന്നു. അത് ഓൾമോസ്റ്റ് അതേപോലെ ഞാൻ അച്ചീവും ചെയ്തു. ബട്ട് ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്. കാരണം നമുക്കറിയാം എല്ലാ വർഷവും മാർക്കറ്റ് ഒരുപോലെ ആയിരിക്കില്ല. സ്പെഷ്യലി സ്വിംഗ് ട്രേഡ്സിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ലോങ് ട്രേഡ്സ് മാത്രം സ്റ്റോക്സിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഫ്യൂച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കുറേ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോർമലി എടുക്കാൻ പറ്റും. ബട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്കാണ്. നിങ്ങൾ ഓരോരുത്തരും ആ ഒരു രീതിയിലുള്ളവരായിരിക്കും. അപ്പോൾ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട, സ്റ്റോക്സിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇൻസൈറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ടൈറ്റിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ട്രെസ് ഫ്രീ ട്രേഡിംഗ് എന്നുള്ളതാണ്. അത് 2025 ഞാൻ പ്ലാൻ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഓരോ വർഷം കഴിയുമ്പോഴും സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. നോർമലി ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വെരി ഹൈ ആയിരിക്കും. അപ്പോൾ എത്ര റിട്ടേൺ കിട്ടിയാലും ആ റിട്ടേൺ നമ്മൾ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പെഷ്യലി നമ്മളുടെ ഒരു ലോങ് പ്രൊഫഷനായിട്ട് ഇത് നോക്കുന്ന സമയത്ത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്. പക്ഷേ അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ എന്നുള്ളൊരു സംഭവത്തിൻ്റെ മുകളിലാണ് 2023 മുതൽ ഞാൻ നോർമലി
ഫ്യൂവർ ട്രേഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്സിലും ഫ്യൂച്ചേഴ്സിലും കുറച്ചുകൂടി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വിംഗ് ട്രേഡ് ടൈപ്പിലുള്ള ട്രേഡ്സ് ഞാൻ നോർമലി ഫോളോ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇനി നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്കറിയാം ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈലി സ്ട്രെസ്ഫുൾ ആണ്. അതുപോലെ ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സ്ട്രീംലി ഹൈലി സ്ട്രെസ്ഫുൾ ആണ്. പക്ഷേ അതിൻ്റെ ചെറിയ ക്യാപിറ്റൽ റിക്വയർമെൻറ്റും വലിയ റിട്ടേൺസും സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ് ആൾക്കാരെയും ഇതിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഇത്ര മിനിറ്റിൽ ഇത്ര രൂപ ഉണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലേക്ക് ലൂഡാവുന്നത് നമുക്കറിയാം. ഇതിപ്പോൾ ഒരു MLM ബിസിനസ് ആണെങ്കിലും അതുപോലെ എന്താണെങ്കിലും ആൾക്കാർ എവിടെയാണോ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ റിട്ടേൺ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ടാണ് പൊതുവേ ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ അതിലേക്ക് എത്തുന്നത്. ഞാൻ ആസ് എ ട്രേഡർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് ഈ ഹേർഡിനെ ഫോളോ ചെയ്യാതെ ഒരു പ്രോപ്പർ ട്രേഡിംഗ് മെൻറ്റാലിറ്റിയിൽ നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള വെരി ലെസ് സ്ട്രെസ് കൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോസിൽ കൂടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നേരത്തെ പല ആൾക്കാരും ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം പറയും, എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കും ട്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് കൊണ്ടുള്ള പൈസയും സാലറിയും വീട്ടിൽ നിന്ന് കടം വാങ്ങിയത് നാട്ടിൽ നിന്ന് കടം വാങ്ങിയതൊക്കെ കൊണ്ട് മാർക്കറ്റിൽ കളയും. ഇടയ്ക്ക് കുറേ കിട്ടുമ്പോൾ തോന്നും ഇത് വർക്കാവും, വീണ്ടും കളയും. അപ്പോൾ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ അവസാനം കുറേ കയ്യിൽ നിന്ന് പോയി ചാർജസും കാര്യങ്ങളും ബ്രോക്കറേജുമായിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. വീണ്ടും ആൾക്കാർ കംപ്ലീറ്റ്ലി ഡെസ്പാവും, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും. സ്റ്റോക്സിൽ MTF എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ബ്രോക്കേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് വിത്ത് സം ഇൻട്രസ്റ്റ് ആണ്. എങ്കിൽ പോലും ഈ ഓപ്ഷൻസിൽ കൊണ്ട് തലവെക്കുന്നതിനേക്കാളും ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ബട്ട് അഗെയിൻ പഠിച്ചിട്ട് നല്ല വൃത്തിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ MTF ഉണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം ലെവറേജ് എടുത്ത് ട്രേഡ് ചെയ്യും എന്നുള്ളതും വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ബട്ട് എനിവേ നമ്മൾ നെക്സ്റ്റ് വീഡിയോ MTFനെ കുറിച്ചായിരിക്കും ചെയ്യുക. MTF എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2025 എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഒരു ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. അതിനകത്തൊരു ലൈക്ക് മൈൻഡഡ് ആൾക്കാരുടെ ഒരു വളരെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മളിത് ചെയ്യുക. അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ സെറ്റപ്പ് യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂ പീപ്പിൾ. അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ആ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വളരെ ഈസി ആയിരിക്കും. എനിക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട് ഒരിഷ്ടമില്ലാതെ ഇൻസെക്യൂർ ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേറൊരു ഓപ്ഷൻ ഇല്ലാതെ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെയുള്ള പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇതുപോലെയുള്ള എല്ലാ ആൾക്കാർക്കും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡർ ആണെങ്കിലും അല്ലെങ്കിൽ പാർട്ട് ടൈം ട്രേഡർ ആണെങ്കിലും ഫുൾ ടൈം സ്ക്രീൻ മുമ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമുള്ള കാര്യമല്ല. ജസ്റ്റ് ഹാഫ് ആൻ അവർ ടു 1 hour ഒരു ഡേ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ പല സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ലേ, അടുത്തൊരു 3 വർഷം 5 വർഷത്തിനുള്ളിൽ എനിക്കൊരു സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ അതുപോലെ ഒരു ട്രേഡർ ആവണം, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യമാണ്. ഈ 2025 ആ ഒരു ടാർഗറ്റിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒരു നോട്ട്ബുക്കോ ഒരു പേന എടുക്കുക. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ നോർമൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ട്രേഡിംഗ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം എത്രയോ വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആയത്. ജോലി ചെയ്യുന്ന സമയത്തും ഫുൾ ടൈം ട്രേഡറായ സമയത്തും എനിക്കുള്ള ഫ്രീഡം എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസും ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങളിനിപ്പോൾ ഫുൾ ടൈം ട്രേഡർ ആയിരിക്കാം, ചിലപ്പം ഇനി അങ്ങനെയല്ല ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ബട്ട് ആ ഒരു പാത്തല്ല, നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പർ ആയിട്ടുള്ള ഒരു പാത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് പേപ്പറിലേക്ക് എഴുതുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടതാണ്, ടൈം കിട്ടുന്ന സമയത്തൊക്കെ ചാർട്ടും സ്ക്രീനും ടെക്നിക്കൽ അനാലിസിസും നോക്കി സമയം കളയണോ, കംപ്ലീറ്റ്ലി സ്ട്രെസ്ഫുള്ളായി സമയം കളയണോ, അതോ ദിവസം ഒരു ചെറിയ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള റൂട്ടീൻ ഫോളോ ചെയ്ത് പൈസ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് ഷോർട്ട് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പ്സിലിട്ടും മറ്റുള്ളവരെ കാണിച്ച് നിങ്ങളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യണോ, അതോ ആക്ച്വലി ആരോടും പറയാതെ നിങ്ങളുടെ ലോകത്ത് ഒതുങ്ങിക്കൂടി വളരെ പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടി പൈസ ഉണ്ടാക്കണമെന്ന്. ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ജസ്റ്റ് ഒരു വേർഡിലല്ല എഴുതേണ്ടത്, വേണം വേണ്ട എന്നുള്ള രീതിയിലല്ല എഴുതേണ്ടത്, ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും പല ഇഷ്യൂസാണ് ഉണ്ടാവുക. ഇപ്പോൾ എനിക്കറിയുന്ന വളരെ അടുത്തറിയുന്ന ചില ആൾക്കാരുണ്ട്, ഒരുപാട് നാളായിട്ട് ഫുൾ ടൈം ട്രേഡിംഗ് കൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല.
പക്ഷെ അവർ വർക്ക് ചെയ്യാൻ റെഡിയല്ല. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 3 മാസം നിങ്ങളതിൻ്റെ ബേസിക്സ് പഠിച്ച് എൻ്റെ അടുത്തേക്ക് വാന്ന് പറയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ എന്തൊക്കെ എക്സ്ക്യൂസസ് ആണ് പറയുന്നുണ്ടാവുക എന്നറിയോ? ഞാൻ തന്നെ അതിശയപ്പെട്ട് പോകാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവും. കാരണം അത് നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ്. അതായത് എല്ലാം വേണം, പക്ഷേ അതിനൊന്നും ഹാർഡ് വർക്ക് ചെയ്യാൻ, അതിൻ്റെ എത്ര വർക്ക് വേണോ അത് പുട്ട് ഔട്ട് ചെയ്യാൻ ആൾക്കാർ റെഡിയല്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് ഇതിൻ്റെ ആൻസേഴ്സായിട്ട് എഴുതും. അത് വേറെ ആരെയും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന് കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വരും. അതെന്താണെന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞു, 2025 നമ്മളുടെ ഒരു ഡെഫിനറ്റ്ലി ഒരു മെൻറ്റർഷിപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഒരു ലോങ് ടൈം ഹാൻഡ് ഹോൾഡിങ് കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി അതിൻ്റെ ആൻസേഴ്സ് എഴുതിയതിന് ശേഷം നിങ്ങൾക്കൊന്ന് അതിലെ കൂടെ 2-3 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഇതെന്താണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന മെത്തേഡ് ശരിയാണോ, ഇത്രയും നാൾ നിങ്ങൾ ജേണൽ എഴുതിയിട്ടുണ്ടോ, ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ജേണൽ എഴുതിയില്ല, നിങ്ങളപ്പോൾ ഇത് ശരിക്കും ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഈ പറഞ്ഞത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. നിങ്ങൾക്ക് തോന്നുന്ന ട്രേഡിങ്ങിനെക്കുറിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതുകയാണ് വേണ്ടത്. അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ തിങ്കിങ് എന്നുള്ളത്. അപ്പോൾ കമ്മിങ് വീക്സിൽ ഞാൻ നമ്മുടെ മെൻറ്റർഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അതുപോലെ നിങ്ങൾ ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്കറിയാം, അവിടെയും ഫോളോ ചെയ്യുക. ഈ രണ്ടിടത്തായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള കാര്യങ്ങൾ പോട്ടെ, 2024 കഴിഞ്ഞു. ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ വണ്ണബി ട്രേഡർ 2025 എന്ന് പറയുന്നത് നമുക്കൊരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഇയർ ആക്കി മാറ്റാം. സോ ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.